സ്വാന്തനം വരാനിരിക്കുന്ന ഒരു അടിപൊളി റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നന്ദിത ആകെ പെട്ട അവസ്ഥയിലായിരിക്കും. എല്ലാവരും ചേർന്ന് നന്ദിതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞത് അച്യുതനും അനന്തനും ആലോകും ഒക്കെ. ആ സ്വർണ്ണാഭരണങ്ങൾ എവിടെ പോയി എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം. പിടിച്ചു നിൽക്കാനായിട്ട് സ്വന്തം വീട്ടിലോട്ട് കൊടുത്തെന്ന് നന്ദിത പറയുന്നുണ്ട്. എന്നാ അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. നന്ദിത അങ്ങനെ ധർമ്മനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ട്. മിത്ര എൻ്റെ മോളാ, അവൾ അങ്ങനെ ചെയ്തെന്ന് കരുതിയിട്ട് എനിക്ക് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം? നന്ദിതേ, നീ സങ്കടപ്പെടാതിരിക്കുക. എൻ്റെ മക്കൾ എന്താ ഇങ്ങനെ ആയെന്ന് എനിക്കൊരു പിടിയുമില്ല. ഏട്ടത്തി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, മിത്ര ഇനി ചോദിക്കില്ലേ എന്താ ഇവിടെ നടന്നതെന്ന്? അവളോട് ഒന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് പോയാൽ മിത്രയും ചേച്ചിയൊക്കെ ഇവിടെ നടന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എന്തു പറയാൻ ഏട്ടത്തി? നീ ഒരു കാര്യം ചെയ്യുക, ഇവിടെ നടന്നതൊന്നും പറയണ്ട, വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ധർമ്മനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാ അമ്മയെ പുറത്താക്കിയതിൻ്റെ സങ്കടത്തിൽ മിത്ര കരഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഞാൻ കാരണമായിരിക്കും അവിടെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും ധർമ്മനെ കാണുമ്പോൾ തന്നെ ഇളയച്ച എന്താ അവിടെ ഉണ്ടായത്, അമ്മ എന്തിനാ പുറത്താക്കിയത്, എന്താ പ്രശ്നം എന്നൊക്കെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അത് അലോകിൻ്റെ കല്യാണം ശരിയായല്ലോ, ആ കൂട്ടർ അങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയല്ലേ പ്രശ്നം? അലോകേട്ടൻ്റെ കല്യാണം മുടങ്ങിയല്ലേ ഞാനിങ്ങനെ ചെയ്ത കാരണം? അതല്ല മോളെ, മോള് സങ്കടപ്പെടാതിരിക്കുക. പിന്നെ എന്തിനാ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടെ? അത് മോളുടെ മാമനെ വിളിച്ചിരുന്നു അലോകിൻ്റെ കല്യാണക്കാര്യം സംസാരിക്കാനായിട്ട്. അക്കൂട്ടർ വരുമ്പോൾ മോളുടെ മാമ വന്നില്ല, അതാ വലിയ പ്രശ്നം ഉണ്ടായത്. അതിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ വരാൻ ഒരു വഴിയുമില്ലല്ലോ. അമ്മ മാമനെ വിളിച്ച മാമൻ വരുന്നതാണല്ലോ. എന്താണെന്നറിയില്ല മോളെ, അതുകൊണ്ടാ, അല്ലാതെ മോളുടെ പേര് പറഞ്ഞൊന്നുമല്ല അവിടെ പ്രശ്നം. ഇപ്പം സമാധാനമായാലും മിത്രേ, ഇനി നീ വെറുതെ കരയണ്ട. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിന്റെ പേര് പറഞ്ഞിട്ടൊന്നുമല്ല. മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗോമതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഏട്ടന്മാരൊക്കെയാണ്, അതൊക്കെ കാര്യം ശരിയാ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവരെന്തായാലും അനുഭവിക്കും എന്ന് ഗോമതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്കുകയായിരിക്കും ദേവിയും അതുപോലെ ആനന്ദും. അങ്ങനെ ഹണിമൂൺ ട്രിപ്പൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ബാലനാണെങ്കിൽ ദേവിയോട് ഇത്തിരി സ്നേഹക്കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ പൈസയ്ക്ക് ഹണിമൂൺ പോയി വരാ എന്നൊക്കെ പറഞ്ഞ് ബാലനെ കയ്യിലെടുത്ത് ദേവിയും ആനന്ദും ഹണിമൂൺ ട്രിപ്പ് പോയിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് മിത്രയുടെയും ഗോമതിയുടെയും മുഖം ആകെ വാടിയിരിക്കുകയായിരിക്കും. അങ്ങനെ ചോദിക്കുന്നുണ്ട് ആര്യൻ, ഇന്നെന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എല്ലാവർക്കും എന്താ ഒരു സങ്കടം പോലെ? മീനു ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നമില്ല ആര്യ, അത് മിത്രയ്ക്ക് ചെറിയൊരു തലവേദന. അപ്പം അമ്മയ്ക്കോ? അമ്മയ്ക്ക് തലവേദനയുണ്ട്, അതുകൊണ്ടാ. ഓ, തലവേദന ഉണ്ടായിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നേ? വാ മിത്രേ, ഇരിക്ക്, ഭക്ഷണം കഴിക്ക് എന്ന് ആര്യം പറയുന്നുണ്ട്. വേണ്ട, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട, ഞാൻ അപ്പച്ചിയുടെ കൂടെ കഴിച്ചോളാം എന്നും പറഞ്ഞ് മിത്ര നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലൻ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. എന്താ നിങ്ങളൊന്നും ഇരിക്കാത്തെ? എല്ലാവരും ഇരിക്കുക, ഒരുമിച്ച് കഴിക്കാം. മോളെ മിത്രേ, മിത്ര ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാനിപ്പോൾ ഇരിക്കുന്നില്ല. ധർമ്മൻ ബാലനോട് ചോദിക്കുന്നുണ്ട്, അളിയ അളിയൻ വിളിച്ചോ ആനന്ദിനെ? ഏയ്, ഞാൻ വിളിച്ചില്ല. നമ്മളിന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? അവര് ഹണിമൂൺ ട്രിപ്പ് പോയിരിക്കുകയല്ലേ, അവരെ ആസ്വദിക്കട്ടെ. അല്ലെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് ബാലൻ പറയുമ്പോൾ എല്ലാവരും മുഖവും ഒന്ന് മാറുന്നുണ്ട്. ആകാശാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചുമക്കുന്നുണ്ട്. വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് ബാലൻ. മീനുവിന് നല്ല പോലെ മനസ്സിലാവുന്നുണ്ട്. ഒരിത്തിരി നേരം ഭാര്യയുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാ അത് വലിയ പ്രശ്നമാക്കുന്ന ബാലൻ ഇപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അതിൽ ചെറിയൊരു പരിഭവമൊക്കെ കാണും. പിന്നീടായിട്ട് എല്ലാവരുടെ ഫോണിലോട്ടും ഒരുപോലെ മെസ്സേജ് വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എല്ലാവർക്കും ഒരേ സമയം മെസ്സേജ് വന്നത്? അറിയില്ല അച്ഛാ, എന്താ അറിയില്ല, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, അല്ലാതെ ഇങ്ങനെ മെസ്സേജ് വരുമോ എന്നൊക്കെ മീനാക്ഷിയും ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഭക്ഷണം കഴിക്കുക, ഞാൻ എടുത്ത് നോക്കാം എന്നും പറഞ്ഞ് മീനു ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ദേവി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഹണിമൂൺ ഫോട്ടോസ് എന്നായിരിക്കും ഗ്രൂപ്പിൻ്റെ പേര്. അത് അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒരു ഗ്രൂപ്പായിരിക്കും. അതിലോട്ട് ഹണിമൂൺ ട്രിപ്പിന് പോയിട്ടുള്ള ഫോട്ടോസ് എല്ലാം അയക്കുന്നുണ്ട്. ഇത് കണ്ട് മീനുവിന് ചിരി വരുന്നുണ്ട്. അല്ല, നീ എന്താ ചിരിക്കുന്നേ? എന്താ കാര്യം? ആരാ മെസ്സേജ് അയച്ചേ? അത് നമ്മുടെ ദേവിയേട്ടത്തിയാ. ദേവിയേട്ടത്തിയോ? ആ, എല്ലാവർക്കും എന്താ ഒരുപോലെ മെസ്സേജ് വന്നേ? അതൊരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുക, ഹണിമൂൺ ഫോട്ടോസ് എന്ന ആ ഗ്രൂപ്പിൻ്റെ പേര്. ഇത് കേൾക്കുന്ന ആര്യനും അതുപോലെ ആകാശിനും ധർമ്മനൊക്കെ ചിരി വരുന്നുണ്ട്.
അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, കണ്ടോ ആ കുട്ടിയുടെ സ്നേഹം കണ്ടില്ലേ, എന്ത് നല്ല കുട്ടിയാ. അവിടെ ഹണിമൂൺ ട്രിപ്പിന് പോയതാണെങ്കിലും എല്ലാവരുടെയും ഓർമ്മയാ ആ കുട്ടിക്ക്. അതുകൊണ്ടല്ലേ എല്ലാവർക്കുമായിട്ട് ഫോട്ടോ ഒക്കെ അയക്കുന്നത്. നല്ല കുട്ടി. അങ്ങനെ ബാലൻ ദേവിയെ പുകഴ്ത്തി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊന്നും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ മീനുവിനും ഗോമതിക്കൊന്നും. ഹണിമൂൺ ട്രിപ്പ് പോവാ എന്ന് പറഞ്ഞ സമയത്ത് ബാലൻ പറയുന്നുണ്ടായിരുന്നു, നല്ല കുറഞ്ഞ രീതിക്ക് ഒരു റൂമൊക്കെ മതി, 3 ദിവസത്തെ ട്രിപ്പല്ലേ, അപ്പോൾ പൈസ ഒരുപാട് ആവണ്ട. എന്നാൽ ദേവി അതിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ റൂം തന്നെ ബുക്ക് ചെയ്യാന്നൊക്കെ ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാ ദേവി ബുക്ക് ചെയ്യുന്നത് വലിയ റൂമായിരിക്കും. 10,000 രൂപയാണ് ഒരു ദിവസത്തെ വാടക. ഇതറിയാതെയാണ് ഹണിമൂൺ ട്രിപ്പിന് പോയിരുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇങ്ങനൊരു ചതി നമ്മുടെ ആനന്ദ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഒരുപാട് നേരം പൈസ ഇല്ലാതെ റൂമിലൊന്നും കയറാൻ പറ്റാതെ പുറത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ടായിരിക്കും ദേവീനെ. ഈ സമയത്ത് അനിയന്മാരോട് ചോദിച്ചിട്ടായിരിക്കും പൈസ വാങ്ങിച്ചു കാണാം. പ്രത്യേകിച്ച് മീനാക്ഷിയോട്. ആകാശിൻ്റെ അടുത്ത് പറഞ്ഞ് മീനാക്ഷിയായിരിക്കും പൈസ ആനന്ദിന് ഇട്ട് കൊടുക്കുന്നത്. ബാലൻ എന്ന് പറയുന്നത് കണക്കിന് പൈസ കൊടുക്കുന്ന ആളല്ലേ, അതുകൊണ്ടാകെ പെട്ടിരിക്കുമായിരിക്കും. മീനാക്ഷി ഉള്ളതുകൊണ്ട് ആനന്ദ് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ബാലൻ അറിയില്ല കേട്ടോ. അങ്ങനെ ദേവിയും ആനന്ദും റൂമിലിരുന്ന് സംസാരിക്കുകയായിരിക്കും. ആനന്ദ് ദേവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ദേവി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് നിന്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ. അല്ല, ആനന്ദേട്ടൻ്റെ മുഖത്തും അത്ര വലിയ സന്തോഷമൊന്നും കണ്ടിരുന്നില്ലല്ലോ. അതും എൻ്റെ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ ഓർത്തിട്ടാ എൻ്റെ മുഖം അങ്ങനെ. അല്ല, ഇനിയിപ്പോൾ ആനന്ദേട്ടന് വേറൊരു പെണ്ണുമായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ടെന്നല്ലോ പറഞ്ഞത്, അതുകൊണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ലേ ദേവി, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അതൊന്നും നീ ഇനി വലിച്ചഴക്കണ്ട. നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ എൻ്റെ ദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല ദേവി, ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ, നീ എന്തിനാ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയത്? അത് പറഞ്ഞപ്പോഴാ ഇന്നെടുത്ത ഫോട്ടോ കുറച്ചുകൂടെ അയക്കാനുണ്ട്. അങ്ങനെ ദേവി ഫോട്ടോ അയക്കുകയാണ്. എന്തിനാ ദേവി ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കുന്നേ? അതെ, നമ്മൾ അവിടുന്ന് പോന്നപ്പോൾ അവർക്ക് നമ്മളെ ഒരുപാട് മിസ് ചെയ്ത് കാണും. അതുകൊണ്ട് നമ്മളിവിടെ സേഫാണ്, സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് അറിയിക്കാനാ എല്ലാവർക്കും ഫോട്ടോ അയക്കുന്നത്. അവരെല്ലാവരും കാണട്ടെ എന്ന് ദേവി പറയുന്നു. എന്നാലും എന്ത് സ്നേഹമുള്ള പെൺകുട്ടിയാ എന്നൊക്കെ ആനന്ദ് മനസ്സിൽ ചിന്തിക്കുക. അങ്ങനെ ദേവിയുടെ കയ്യിലിങ്ങനെ പിടിച്ച് കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കണ്ണും കണ്ണൊക്കെ നോക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഫോൺ വരുന്നത്. റിസപ്ഷൻ നിന്നായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം. സാർ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞായിരിക്കും. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് താഴോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ഭക്ഷണമൊന്നും നമ്മുടെ ആനന്ദിനങ്ങ് പിടിക്കുന്നുണ്ടായിരിക്കില്ല. ഇതെന്ത് ഭക്ഷണ? എനിക്കിതൊന്നും വേണ്ട. അതെന്താ ആനന്ദേട്ടാ? ഇതെന്തായിട്ടാ? ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ആനന്ദേട്ടൻ ഇതിൻ്റെ പേരറിയില്ലേ? ഇതേ പാസ്തയാ. ഇതൊന്നും ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും എനിക്കറിയില്ല. ആണോ? അല്ല ദേവി, നിനക്കെങ്ങനെയാ ഇതൊക്കെ അറിയുന്നേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഈ കുക്കിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ കാണും. അങ്ങനെയാ എനിക്കിതിൻ്റെ കാര്യമൊക്കെ അറിയുന്നത്. ഓ, അങ്ങനെ രണ്ടുപേരും ഭക്ഷണം എല്ലാം കഴിക്കുകയാണ്. എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും, എല്ലാവർക്കും അയക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതേ സമയം ഉദയഭാനുവും ശ്രീകലയും അനിയത്തിയൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. കടയിൽ നിന്ന് ഒരു ചോറ് വാങ്ങി എല്ലാവരും കുറച്ചെങ്ങനെ കഴിക്കുമായിരിക്കും. ഈ സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് എന്തിനാ ഈ ഭക്ഷണം വാങ്ങിച്ചേ? ഒരു ടേസ്റ്റും ഇല്ല. സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്നാ നമുക്ക് കടം കിട്ടുള്ളൂ, അതുകൊണ്ടല്ലേ അവിടുന്ന് വാങ്ങിക്കുന്നേ. അച്ഛാ, എനിക്ക് ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ആകെക്കൂടെ എന്തോ പോലെയാ. നാളെയെങ്കിലും നമുക്ക് വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കാമേ. ഇവിടെ അതിനെ അരിയും മറ്റു സാധനങ്ങളൊന്നുമില്ല, പിന്നെ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? അതെ, നാളെ എനിക്ക് കുറച്ച് പൈസ കിട്ടും, അപ്പം ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാം എന്ന് ഉദയഭാനു പറയുന്നുണ്ട്. ഈ സമയത്തായിരിക്കും അനിയത്തി ഫോണിൽ ഫോട്ടോ കാണുന്നത്. ആഹാ, ചേച്ചി എന്തായാലും അടിച്ചു പൊളിക്കുക. ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്രീകല നോക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല സന്തോഷത്തിൽ സെൽഫിയൊക്കെ കാണുമ്പോൾ ശ്രീകലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അപ്പം തന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ ദേവിക്ക്. നീ എന്തിനാ ഇപ്പം ദേവിക്ക് വിളിക്കുന്നേ? അവൾ സന്തോഷത്തോടു കൂടി ഇരുന്നോട്ടെ, നീ വിളിച്ചിനി അതും ഇതൊന്നും പറയണ്ട. അതെ അമ്മേ, ചേച്ചി എങ്കിലും സന്തോഷിച്ചോട്ടെ. അമ്മ എന്തിനാ വിളിച്ച് അതും ഇതും പറയുന്നേ? എന്തായാലും എനിക്കൊന്ന് അവളെ വിളിക്കണം. അങ്ങനെ ദേവിക്ക് വിളിക്കുന്നുണ്ട്. ആനന്ദേട്ട, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കട്ടെ. ആ അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, നിനക്ക് സുഖമല്ലേ? ആ, സുഖമായിരിക്കുന്നു അമ്മേ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ കൂടുതലാ. ഞങ്ങളെ AC റൂമിൽ തന്നെ ഇരിക്കുന്നത്. ഭയങ്കര ചൂടാ. ഇതാവുമ്പോൾ നല്ല ചില്ലായിട്ടിരിക്കാം. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡ്, ചിക്കനും മട്ടനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നിന്നെ 3 മണിക്കൂർ നേരം വെയിലത്ത് നിർത്തിയത് നീ ചോദിച്ചോ?
അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ ഞാൻ അമ്മയോട് ഒന്ന് പോയി സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തോട്ട് പോവാണ്. എന്താ അമ്മേ, അമ്മ എന്താ പറയുന്നേ? അല്ല, നിന്നെ പുറത്ത് നിർത്തിയതിന് നീ അവനോട് ക്ഷമിച്ചോ? ചിരിച്ചു കളിച്ചുള്ള ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു. അത് ഞാൻ ചെയ്ത തെറ്റുമല്ലേ, ഞാൻ അറിയാതെ ബുക്ക് ചെയ്തതല്ലേ. അതോർത്തപ്പോൾ എനിക്ക് എന്തോ പാവം തോന്നി, ഞാനും സോറി പറഞ്ഞു, എന്നോട് സോറി പറഞ്ഞു. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ, എന്തെങ്കിലും പറയുമ്പോഴേക്ക് നീ അങ്ങ് ഒലിപ്പിച്ചങ്ങ് ചെല്ല്. പെണ്ണെ, നിനക്കൊരു വിലയുണ്ടായിരിക്കില്ല. നിന്റെ ഭർത്താവിൻ്റെ കയ്യിലെ 10 രൂപ പോലും എടുക്കാനില്ല. നിന്നെ പുറത്തു നിർത്തി അവർ അനിയന്മാരല്ലേ പൈസ കൊടുത്തത്. നിനക്ക് നാണം ഉണ്ടോടി? അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയെങ്കിലും നിന്റെ കയ്യിൽ ഒരു പിടുത്തം വേണം. എല്ലാം ബാലൻ്റെ കയ്യിലാണ് പൈസ മൊത്തം. ഇനി അങ്ങനെയൊന്നും പറ്റില്ല, സ്വന്തമായിട്ടേ വല്ല പൈസയും വേണം. എന്താ അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? നീ അവനോട് ചോദിക്കണമായിരുന്നു, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? 2 ദിവസത്തിനെ മിണ്ടാൻ പോലും പാടില്ല. അമ്മേ, ആകെ 3 ദിവസത്തിനാ ട്രിപ്പ് വന്നിരിക്കുന്നത്. അതിൽ 2 ദിവസം മിണ്ടാതിരുന്നാ ഞങ്ങൾ എങ്ങനെയാ ഈ ട്രിപ്പ് ആസ്വദിക്കുക? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്റെ കയ്യിലെ ഒരു പിടിവള്ളി വേണം. അവനോട് അത്ര വേഗമൊന്നും സംസാരിക്കാനോ മിണ്ടാനോ നിൽക്കരുത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എൻജോയ് ചെയ്യാമെന്നാ വിചാരിച്ചേ. ഇതിപ്പോൾ ഭയങ്കര പ്രശ്നമാണല്ലോ അമ്മേ. എന്നൊന്ന് സമാധാനത്തിന് വിട്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ ചെയ്താലേ നിനക്ക് അവിടെ ഒരു വിലയുണ്ടായിരിക്കുള്ളൂ. നാളെ നമ്മുടെ എല്ലാ സത്യങ്ങളും അവരറിഞ്ഞു കഴിഞ്ഞാലേ ആനന്ദ് നിന്റെ കൈക്കുള്ളിലിരിക്കണം. അവൻ നിന്റെ കൂടെ തന്നെ ഇറങ്ങി പോരണം. ആ രീതിക്ക് വേണം നീ അവനെ കയ്യിലെടുക്കാനായിട്ട്. ഇനി ബാലനോ ഗോമതിയോ ആര് പറഞ്ഞാലും അവരെ കൂട്ടത്തിൽ നിൽക്കരുത്. അതൊക്കെ നിന്റെ മിടുക്ക. അമ്മേ, എനിക്ക് വയ്യ. എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. അമ്മയുടെ ഈ ഉപദേശം കാരണം എനിക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല. ഇത് കേട്ട് ഉദയഭാനുവും അനിയത്തിയൊക്കെ പറയുന്നുണ്ട്, മതി, അവളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നീ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകലയെ ചീത്ത പറയുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, എനിക്കറിയൂ എൻ്റെ സങ്കടം. നിങ്ങളെപ്പോലെ ഒരു കോന്തനുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കണത്. 2 പെൺകുട്ടികളാ. ഒന്നിനെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കരകയറ്റി. നമ്മളെ കൊണ്ടാവുന്നതിലും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടാണ് നിന്റെ കല്യാണം നടത്തിയത്. അതൊന്നും നീ മറക്കണ്ട. അതുകൊണ്ടേ നീ എപ്പോഴും നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി അമ്മേ, ഞാൻ അമ്മ പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. ഇനി പോയിട്ടേ അവരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട, ദേഷ്യപ്പെട്ട് തന്നെ നിന്നാൽ മതി എന്നൊക്കെ ശ്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിൽ കയറുന്ന സമയത്ത് ആനന്ദ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും.